ഹായ് ഹലോ എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ എന്റെ മുത്തുമണീസിന്റെ അടുത്തൊക്കെ ഒരു സന്തോഷം പറയാനുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മുടെ സുമി മുഫാസ് മനസ്സിൽ നമ്മൾ കാറ്റത്തെ കിളിക്കൂടാണ് എല്ലാ ദിവസത്തെയും എപ്പിസോഡ് തലേ ദിവസം നമ്മൾ വൈകിട്ടോടു കൂടി അതിന്റെ ഒരു പ്രൊമോ നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ പരമ്പരകൾ ഇഷ്ടപ്പെടുന്ന എന്റെ മുത്തുമണീസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പുതിയ പരമ്പര ഏഷ്യാനെറ്റില് രാത്രി 9 മണിക്ക് വരുന്ന ഒരു പുതിയ പരമ്പരയായ ഇവർ വിവാഹിതരായാൽ എന്നൊരു പരമ്പര ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഇൻട്രോ പോലെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോവാണ്. കാരണം നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ ഇതിന്റെ പ്രൊമോ വീഡിയോസ് ഒക്കെ നമുക്ക് ഇടാം കേട്ടോ. അപ്പൊ എല്ലാവരുടെയും നല്ല ആത്മാർത്ഥമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ ഞാൻ പറയാണ്. അപ്പൊ ടൈമിംഗ് ഇതൊന്നും അല്ല, നമുക്കൊരു 1 വീക്ക് കൊണ്ട് നമ്മുടെ പ്രൊമോസ് കിട്ടുന്ന അനുസരിച്ച് ഞാനൊരു കൃത്യമായ സമയം ഫിക്സ് ചെയ്യാം. അപ്പൊ അതുവരേക്കും നിങ്ങൾ നമ്മൾ ഇടുന്ന പ്രൊമോസ് ഒന്ന് കാണുക കേട്ടോ. എനിക്ക് കണ്ടിടത്തോളം ഒരുപാട് ഒരുപാട് പഴമയോടുള്ള ഒരു ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ ഒരു പഴയ വീടും അതിനനുസരിച്ച് വളരുന്ന ഒരു നായിക അങ്ങനത്തെ ഒരു റോളാണ് കേട്ടോ. നല്ല സ്മാർട്ട് ആയിട്ടുള്ള തന്റെ അച്ഛനെയും അമ്മയും കെയർ ചെയ്യുന്ന ഒരു കുട്ടിയാണ് നായിക. നായകൻ വരുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ്, വലിയൊരു വീട്ടിലെ ഒരു ആളാണ്. അപ്പൊ നായികയുടെ പേര് ഭൂമിജ എന്നും നായകന്റെ പേര് അജയ് എന്നാണ്. അപ്പോൾ അവര് തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നതും ഫസ്റ്റ് എപ്പിസോഡ് തന്നെയാണ്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ഒന്ന് ശ്രമിക്കണം കേട്ടോ. നമ്മുടെ ചാനലിലല്ല, നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനും പുതുതായിട്ട് വരുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ പുതിയ സീരിയലായ ഇവർ വിവാഹിതരായാൽ എന്ന ഒരു പരമ്പരയുടെ ആദ്യ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് പ്രൊമോയില് അപ്പൊ അതിൽ കാണിക്കുന്നത് ഒരു മകള്, അച്ഛൻ, അമ്മ. അച്ഛൻ എന്ന് പറയുന്നത് അച്ചു ആണ്, അച്യുതനാണ്. അമ്മയുടെ പേര് അംബിക എന്നാണ്. അവർക്ക് ഒരേ ഒരു മകളാണ്, ഭൂമിജ എന്നാണ് മകളുടെ പേര്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കാണിക്കുന്ന ഒരു ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് ഒരു അച്ഛൻ ഒരു കാറിന്റെ അടുത്ത്, ഒരു പഴയ ഒരു അംബാസിഡർ കാറിന്റെ അടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കണു. അപ്പൊ ഒരു മകള് രാവിലെ തന്നെ എക്സസൈസ് ചെയ്യാനായിട്ട് ഓടുകയാണ്. അപ്പം ഓടിക്കൊണ്ട് കിതച്ച് ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് വന്ന് നിൽക്കണം. അപ്പൊ അച്ഛൻ പഴവും ജ്യൂസൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഒരു തട്ടുകട ലെവലില് മോക്ക് അപ്പം ഫുഡും വെള്ളവും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടുകട പോലെ ഐറ്റംസും ആയിട്ട് നടക്കുകയാണ്. ബിസ്ക്കറ്റ്, പഴം, അങ്ങനെയൊക്കെയുള്ള കുറെ ഐറ്റംസ് ഒക്കെ ആയിട്ട്. അപ്പൊ നമ്മുടെ നായിക അവതരിക്കുന്നത്, അതായത് നായികയുടെ ആ ഒരു ഫസ്റ്റ് ഇൻട്രോ തന്നെ വരുന്നത് ആ ഒരു സീനോട് കൂടെയാണ്. ഭൂമിജ എന്നാണ് നായികയുടെ പേര് കേട്ടോ. അപ്പൊ അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മേടി മോളെ മതി, ഇനി നീ ഓട്ടം നിർത്ത്, ഇനി എന്തെങ്കിലും ഒന്ന് കുടിക്കുകയോ ഒരു പഴം കഴിക്കുകയോ ചെയ്യേ. അച്ഛാ ഇടയ്ക്ക് കയറി ഇങ്ങനെ ശല്യപ്പെടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭൂമിജ പറയുന്നുണ്ട്. പക്ഷെ അച്യുതൻ വിട്ടുകൊടുക്കും. അച്യുതൻ പറയണ എന്റെ പൊന്നു മോളല്ലേ, കഴിക്കുക എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കാനായിട്ട്. അപ്പൊ ഭൂമിജ പറഞ്ഞു, അച്ഛാ പെൺകുട്ടികൾക്ക് നല്ല സ്റ്റാമിന വേണം, അതിനെന്താ വേണ്ടത്, നല്ല രീതിയിലുള്ള എക്സസൈസ് എന്തായാലും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഓടാൻ തുടങ്ങിയാണ്. അപ്പടി നമ്മുടെ അച്യുതൻ വീണ്ടും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അച്യുതന്റെ പണി എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ഫീൽഡ് ആണ്. പക്ഷെ ഇപ്പോ ഡ്രൈവിങ്ങിനൊന്നും മോള് വിടുന്നില്ല. കാരണം ആ കുടുംബം മുന്നോട്ട് പോകുന്നത് ഭൂമിജയുടെ ഒരു വരുമാനം കൊണ്ടാണ്. ഈ കുക്കിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, അത് കൃത്യമായിട്ട് കാണിച്ചിട്ടില്ല. കാരണം ഈ ആൾക്കാർ ഓർഡർ കൊടുക്കുന്ന അനുസരിച്ച് ഇപ്പൊ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ഭൂമിജ പായസവും നിവേദ്യം, അമ്പലത്തിലേക്കുള്ള നിവേദ്യം ഓർഡർ വന്നിട്ടുണ്ട്, അത് ഉണ്ടാക്കുന്നുണ്ട്. വീട്ടില് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്, അമ്പലത്തിൽ കൊടുക്കാനായിട്ടാണ്. അപ്പൊ അത് രാവിലെ തന്നെ ഭൂമിജയുടെ അമ്മ അംബിക അതെല്ലാം തയ്യാറാക്കുന്നുണ്ട്. വീട്ടില് ഒരു സാധാ ഒരു പഴയ ഒരു തറവാട് വീടാണ് അവരത്. അപ്പൊ അവിടെ സഹായത്തിനായിട്ട് ലക്ഷ്മി എന്ന് പേരുള്ള ഒരാളും കൂടെ ഉണ്ട്. അപ്പൊ ലക്ഷ്മിയാണ് ഈ പാൽപായസം ഉണ്ടാക്കുന്നത്, ഭൂമിജയുടെ അമ്മ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവര് തമ്മിലുള്ള സംഭാഷണത്തിനിടയ്ക്ക് മോളെ കുറിച്ചും അച്ഛനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് അച്ചുവേട്ടന് ഒരു ആക്സിഡന്റ് വന്നേ പിന്നെ മോള് വണ്ടി ഓടിക്കാനായിട്ട് പിന്നെ വിട്ടിട്ടേ ഇല്ല. അവളുടെ ഒരു ചായക്കട പോലെയുള്ള ഒരു വരുമാനത്തിൽ നിന്നാണ് ഞങ്ങളിപ്പോ പോണത്. മോള് നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു, പക്ഷെ അവളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. +2 കഴിഞ്ഞു, ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ
നമ്മുടെ അംബിക ലക്ഷ്മിയുടെ അടുത്ത്, ലക്ഷ്മി എന്ന് പറയുന്ന അവിടുത്തെ ഒരു അത് കറക്റ്റ് എനിക്ക് അറിയില്ല കറക്റ്റായിട്ട് പറയാൻ. ഈ അംബികയെ സഹായിക്കാനായിട്ട് ആ വീട്ടിൽ നിൽക്കുന്ന ആളാണ്. സർവന്റ് ആയിട്ട് നിൽക്കുന്ന ആണോ അതോ അവര് ബന്ധത്തിൽപ്പെട്ട ആണോ എന്നൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പൊ ഏകദേശ സീൻ ഇതൊക്കെയാണ് ഫസ്റ്റത്തെ നമ്മുടെ നായികയുടെ. അത് കഴിഞ്ഞ് ഓട്ടം കഴിഞ്ഞ് നമ്മുടെ നായിക ഭൂമിക വരുമ്പോ ഭൂമിക്ക് കുടിക്കാനായിട്ട് തുടയ്ക്കാൻ ടവലൊക്കെ ആദ്യം കൊടുക്കുന്നുണ്ട് നമ്മുടെ അച്യുതൻ. അത് കഴിഞ്ഞ് വെള്ളം കുടിക്കുന്നുണ്ട്, ഒരു പഴം കഴിക്കുന്നുണ്ട്, അച്ഛനൊരു ഉമ്മയൊക്കെ കൊടുത്ത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കല്ലേ അച്ഛനോടുള്ള ആ സ്നേഹം മോക്ക് എത്രത്തോളം ആണെന്ന്. അത്ര സ്നേഹത്തിലാണ് അവര് പോണത്. അങ്ങനെ അവര് അവിടെ നിന്ന് തിരിച്ച് അടുത്ത നമ്മുടെ ഭൂമിജയ്ക്ക് ഡാൻസ് ക്ലാസ്സിന് പോകണം. അപ്പോൾ രാവിലത്തെ എക്സസൈസ് കഴിഞ്ഞാൽ നേരെ ഡാൻസ് ക്ലാസ്സിനാണ് പോണത്. അപ്പോൾ ഭൂമിജ ചോദിക്കുന്നുണ്ട്, അച്ഛാ ഡാൻസ് ക്ലാസ്സിന് പോകാൻ നമ്മുടെ ഈ CCTV പറ്റുമോ? ഈ CCTV എന്ന് അവർ പറഞ്ഞ് കളിയാക്കുന്ന ഭൂമിജ അച്ഛൻ്റെ പഴയ അംബാസഡർ കാറിനെയാണ് കേട്ടോ. അപ്പോൾ പറയും എല്ലാം ഓക്കെ പെർഫെക്റ്റ് അടി മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ കാറിലോട്ട് ആദ്യം നമ്മുടെ അച്യുതം കയറുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഭൂമിജ ഫ്രണ്ട് സീറ്റിലോട്ട് കയറാൻ വേണ്ടി ഡോറ് തുറക്കണതും ഡോറിൻ്റെ പിടി ഇങ്ങി ഇളകി വരണം. അപ്പോൾ തന്നെ ഭൂമിജ അച്ഛനെ കുറേ കളിയാക്കുന്നുണ്ട്, ഇതേ കൈ ഒടിഞ്ഞു എന്നൊക്കെ പറഞ്ഞ്. ഒടുവിൽ വണ്ടി എങ്ങനെയൊക്കെ കയറി സ്റ്റാർട്ടാക്കി പകുതി ദൂരെ എത്തുമ്പോൾ വണ്ടി നിന്നു പോവാട്ടോ. അപ്പോഴേക്ക് ഭൂമിജയ്ക്ക് ദേഷ്യം വരണം. ഞാൻ അച്ഛനോട് പറഞ്ഞു ഈ CCTV പണ്ടാരം ഒന്ന് എടുത്ത് കളയാൻ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു, ഇത് ലാസ്റ്റ് വാണിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമി അച്ഛനോട് ദേഷ്യപ്പെട്ട് പോവാണ്. അപ്പോൾ അച്യുതൻ പറയുന്നുണ്ട്, മോളെ പോവല്ലടി നമുക്കിപ്പോൾ ശരിയാക്കാടി എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം അച്യുതന് അത്രയ്ക്കും ഭയങ്കര ഒരു ഇതായിട്ടുള്ള ക്രേസ് ആയിട്ടുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നു ആ വണ്ടി. അതുകൊണ്ടാണ് അതിങ്ങനെ കൊണ്ടു നടക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഭൂമിജ നേരെ എങ്ങനെയൊക്കെയോ ഡാൻസ് ക്ലാസ്സിലോട്ട് എത്തുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അച്യുതൻ അപ്പോഴേക്കും അവിടെ വഴിയെ കൂടെ വന്ന ആരെയൊക്കെ കൊണ്ട് എങ്ങനെയൊക്കെയോ ആ ഒരു വണ്ടി ഉന്തി തള്ളി എങ്ങനെയൊക്കെ എത്തിക്കുകയാണ് വീട്. അപ്പോൾ ഈ സമയം നമ്മുടെ അംബികയും അതുപോലെ ലക്ഷ്മിയും മോളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അംബിക പറയുന്നുണ്ട്, എൻ്റെ മോള് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് അവൾ മുറിക്കകമൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി കുളിച്ച് നേരെ കിച്ചണിൽ ചെന്ന് ഒരു ചായ ഇടും. ചായ ഇട്ട് കഴിഞ്ഞിട്ട് ആദ്യം അച്ഛനെ വിളിച്ചുണർത്തും, എന്നിട്ട് എന്നെ വിളിച്ചുണർത്തും. അത് കഴിഞ്ഞിട്ട് നേരെ അച്ഛനും മോളും കൂടെ ഒരു എക്സസൈസ് ഒരു പോക്കുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പം മിക്കവാറും ഡാൻസ് ക്ലാസ്സിലോട്ട് ആ കാറിൽ പോയിരിക്കുന്നൊക്കെയുള്ള കാര്യം നമ്മുടെ അംബിക ലക്ഷ്മിയുടെ അടുത്ത് പറയണം. അപ്പോൾ നമ്മുടെ ഭൂമികയുടെ ഒരു ഇതൊക്കെയാണ് ഏകദേശമൊക്കെ ഉള്ള കേസ്. ഇതാണ് നമുക്കിനി വരും എപ്പിസോഡുകളിലൂടെയൊക്കെ നമുക്ക് പ്രൊമോസ് കിട്ടുന്ന അനുസരിച്ചിട്ടാണ് എനിക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും. ഇന്നിപ്പോൾ ഒരു ഇൻട്രോ പോലെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭൂമിജയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ഈ ഫുഡ് ഓർഡർ എടുത്ത് അത് ഉണ്ടാക്കി കൊടുക്കലാണ്. അപ്പോൾ അമ്മയും അങ്ങനെയൊക്കെയുള്ള എല്ലാവരും കൂടെ ചേർന്നാണ് അതൊക്കെ ഉണ്ടാക്കുന്നത്. ലക്ഷ്മി അമ്മ അങ്ങനെയൊക്കെ ചേർന്ന് ഉണ്ടാക്കും. കാരണം എല്ലാ കണക്കും കാര്യങ്ങളും കൃത്യമായിരിക്കണം. ഒരു സേമിയ പായസം അമ്പലത്തിലേക്കാണെങ്കിലും ഭൂമിജ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് വേണം ആ ഓർഡർ കൊണ്ട് സാധനം ആ പറഞ്ഞ വീട്ടുകാർക്ക് കൊടുക്കേണ്ടത്. ഭൂമിജ കൊണ്ടുവന്ന് കൊടുക്കും. ഉണ്ണിയപ്പം ഉണ്ട്, പാൽപ്പായസം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചേരുവകളൊക്കെ വളരെ കൃത്യമായിരിക്കും. ഇല്ലെങ്കിൽ ഭൂമിജ നല്ല ഒച്ചയെടുക്കുമെന്ന് അംബിക ലക്ഷ്മിയുടെ അടുത്ത് പറയണം. അപ്പോൾ വളരെ നല്ല രീതിക്ക് തന്നെ അവരെല്ലാം റെഡിയാക്കി വെക്കുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന അടുത്തൊരു വലിയൊരു തറവാടാണ്, അതായത് സൗഭാഗ്യപുരം എന്നാണ് ആ തറവാട്ടിൻ്റെ പേര്. ആ തറവാട്ട് എന്ന് വെച്ചാൽ ഭയങ്കര പേര് കേട്ട വലിയ കുടുംബക്കാരാണ് കേട്ടോ. അവിടെ ഇപ്പോൾ ഉള്ളത് ഒരു മുത്തശ്ശിയാണ്. മുത്തശ്ശിയുടെ പേരെന്ന് പറയുന്നത് സൗഭാഗ്യദാസ് എന്നാണ്. അതായത് ശങ്കർദാസ് എന്നാണ് അവിടുത്തെ മുത്തശ്ശൻ്റെ പേര്. മുത്തശ്ശൻ മരിച്ചു, കാരണം കാണിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു മുത്തശ്ശൻ മരിച്ചൊക്കെയാണ്, കാരണം വെച്ചാൽ ആ വരുന്ന ഡയലോഗ്സിൽ അങ്ങനെ പറയണത്. അപ്പം സൗഭാഗ്യദാസ് എന്നാണ് ആ മുത്തശ്ശിയുടെ പേര്. ആ മുത്തശ്ശിക്ക് 3 മക്കളാണ്, സത്യദാസ്, സംഗീതാദാസ്, സാഗർദാസ്. 2 ആണും 1 പെണ്ണും. അതിൽ ഈ ഏറ്റവും അവസാനമുള്ള മകൻ സാഗർദാസ് മരണപ്പെട്ടിട്ടുണ്ട്. അതാണ് ആ കുടുംബത്തിൻ്റെ ഏകദേശമുള്ളൊരു മെയിൻ ക്യാരക്ടറുകൾ. അപ്പോൾ രാവിലെ തന്നെ ആ വീട്ടിൽ ഒരു കാർ ഡ്രൈവർ കാറ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സർവൻ്റ് ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഡ്രൈവർ അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി റെഡിയായോ? ഇന്നിപ്പോൾ ക്ഷേത്രത്തിലെ തിരുവാഭരണ ഘോഷയാത്ര 9 മണിക്ക് പോകണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചായ കുടിക്കാൻ നേരം കിട്ടുമോ എന്തോ. കാരണം കൃത്യസമയമാണ് മുത്തശ്ശിക്ക്. കൃത്യം ഒരു കാര്യം പറഞ്ഞാൽ കൃത്യമായിരിക്കണം, അത്ര അച്ചിട്ടുള്ള ഒരു മുത്തശ്ശിയാണ്. അപ്പം സെർവൻ്റ് പറയുന്നുണ്ട്, ഇല്ല കഴിച്ചോ ചേട്ടൻ, കഴിച്ചോ, ചായ കുടിച്ചോ, കുഴപ്പമൊന്നുമില്ല, മുത്തശ്ശി റെഡിയായി വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മുടെ ആദ്യം വരുന്നത് നമ്മുടെ സംഗീതാദാസാണ്, മുത്തശ്ശിയുടെ 2ാമത്തെ മകള്. അപ്പോൾ സംഗീത വന്നിട്ട് സംഗീതയുടെ ഹസ്ബൻഡാണ് മാധവനോട് പറയുന്നുണ്ട്, അമ്മ 9 മണിക്ക് അമ്പലത്തിൽ ഘോഷയാത്രയ്ക്ക് എല്ലാവരുടെ അടുത്തും റെഡിയാവാൻ പറഞ്ഞത്, മാധവേട്ടൻ ഇതുവരെ റെഡിയായില്ലേ എന്ന് സംഗീത ചോദിക്കുന്നുണ്ട്. അപ്പം മാധവൻ പറയുന്നുണ്ട്, അതെ എനിക്കിന്ന് ഭയങ്കര തിരക്കാണ്, നീ അമ്മയോട് പറ. അപ്പം നമ്മുടെ സംഗീത പറയാം, ഞാൻ ആ കാര്യങ്ങളിലൊന്നും ഇടപെടില്ല, മാധവേട്ടൻ തന്നെ നേരിട്ട് അങ്ങ് പറഞ്ഞോളാൻ പറയുന്നുണ്ട്. ഇവരുടെ മകനാണ് നമ്മുടെ നായകനായ അജയ്.
ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ സംഗീതാദാസ് നേരെ അമ്മയ്ക്ക്, അതായത് മുത്തശ്ശിക്ക്, മുത്തശ്ശിയല്ല, അമ്മയ്ക്ക് ഗുളിക എന്തോ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ സൗഭാഗ്യദാസ് റെഡി ആയിട്ട് വരികയാണ്. സൗഭാഗ്യദാസ് എന്ന് പറയുന്നത് ആ വീട്ടിലെ ഗൃഹനാഥയാണ്, അതായത് സംഗീതയുടെ അമ്മ റെഡിയായിട്ട് ഇങ്ങനെ താഴോട്ട് വരികയാണ്. അതെന്താ ആരെയും കാണുന്നില്ലല്ലോ, ആരും റെഡിയായില്ലേ, ഞാൻ പറഞ്ഞിട്ട് എൻ്റെ വാക്കിനൊരു വിലയില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സംഗീതയ്ക്കൊക്കെ ഭയങ്കര പേടിയാണ് അമ്മേനെ ഇപ്പോഴും. ഇല്ലമ്മേ, അമ്മയുടെ വാക്കിന് ആരെങ്കിലും വില കൽപ്പിക്കാണ്ടിരിക്കുമോ, എല്ലാവരും റെഡിയായി വരുന്നു എന്ന് പറഞ്ഞിട്ട് താഴോട്ട് വരികയാണ്. അങ്ങനെ ആ ഗുളിക എന്തോ രാവിലെ കഴിക്കാനുള്ളതാണ്. അതും കഴിച്ചിട്ട് താഴെ വരുമ്പോൾ മാധവൻ പറയാം, അമ്മേ എനിക്കിന്ന് വരാൻ പറ്റില്ല. ഓ എടാ, നീ ഒരു കാര്യം ഓർത്തോണം, മരുമകനാണ്, അതെ, എൻ്റെ ഭർത്താവ് നിനക്ക് കുറച്ച് സ്വത്തുക്കൾ തന്നിട്ടുണ്ട്, അത് നോക്കി നടത്തിയത് കൊണ്ടല്ലേ നിനക്ക് ഈ തിരക്കും കാര്യങ്ങളും വന്നത്, അതൊക്കെ നല്ല രീതിയിൽ പോകണമെങ്കിലേ ഈശ്വരാനുഗ്രഹം വേണം എന്നൊക്കെ പറയാം. ഇനിയിപ്പോൾ നിന്നെ ഞാൻ നിർബന്ധിക്കല്ല മാധവ, നീ വരണ്ട എന്ന് പറയും. എന്നിട്ട് സംഗീതയുടെ അടുത്ത് ചോദിക്കും, അല്ല ഭവാനി എവിടെയെന്ന് ചോദിക്കും. ഭവാനി എന്ന് പറയുന്ന ഏറ്റവും ഇളയ മകൻ, മൂന്നാമത്തെ മകനായ സാഗരദാസിൻ്റെ ഭാര്യയാണ്. അങ്ങനെ ഭവാനി വന്നിട്ട് ഭവാനീനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം ഭവാനി വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഭവാനി ഇച്ചിരി കർക്കശക്കാരിയാണ്, കാരണം ഭർത്താവ് മരിച്ചതിൻ്റെ ഒരു ഇതിൽ എല്ലാമൊക്കെ നഷ്ടപ്പെട്ടു. ആ ഒരു ഇതിൽ ഇവർ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് മകളും അമ്മയും ഈ തറവാട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ വരുന്നില്ല അമ്മ, എനിക്ക് ഏത് ദൈവ തുണ തന്നിട്ടുള്ളത്, ഞാൻ എന്തിനാ അമ്പലത്തിൽ വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് മുത്തശ്ശിയോട് ഇങ്ങനെ എതിർത്ത് പറയുന്നുണ്ട്. ഞാൻ വരുന്നില്ല എന്ന് ഇന്നലെയോ പറഞ്ഞല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സൗഭാഗ്യദാസ്, അതായത് ആ അമ്മ പറയുന്നുണ്ട്, എനിക്കപ്പോൾ മറവിയുണ്ടോ, ഞാൻ കേട്ടില്ലല്ലോ നീ വരുന്നില്ല എന്ന് പറഞ്ഞ കാര്യം, എനിക്ക് ഓർമ്മ പെശ കൊണ്ടുവന്ന് ചോദിച്ചിട്ട് ഓരോരുത്തരുടെ പേരും ഭർത്താവിൻ്റെ പേരും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആ അമ്മ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, അതായത് എൻ്റെ ഭർത്താവ് സമ്പാദിച്ച സ്വത്തുക്കൾ എൻ്റെ 3 മക്കൾക്കായിട്ട് എൻ്റെ ഭർത്താവ് വീതിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്വത്തുവകകൾ എനിക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാനും എന്നുള്ളതും കൂടെ വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ച് അവസാനം ഭവാനി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അമ്പലത്തിലേക്ക് വരുന്നില്ല, അമ്മ ഒരു കാര്യം ഓർത്തോണം, അമ്മയുടെ മകൻ എങ്ങനെ മരണപ്പെട്ടു എന്ന് ഒരു ഓർമ്മ അമ്മയ്ക്ക് എപ്പോഴും മനസ്സിൽ വേണമെന്ന് പറയണം. ഞങ്ങൾക്കുണ്ടായിരുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എങ്ങനെ താന്ന് തരിപ്പണമായി എന്നുള്ളതും അമ്മ ഓർത്തോണമെന്നൊക്കെ ഈ ഭവാനി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെല്ലാവരും കൂടെ നേരെ അമ്പലത്തിൽ പോകുന്നുണ്ട്. അമ്പലത്തിൽ പോയിട്ട് അവിടെ വെച്ചിട്ട് നമ്മുടെ നായിക വീട്ടിലെത്തി ആ ഉണ്ണിയപ്പവും അതുപോലെ പാൽപ്പായസവും കൊണ്ടുവന്ന് ഇവരാണ് ഓർഡർ ചെയ്തത്, അതായത് നമ്മുടെ ഈ സൗഭാഗ്യപുരം തറവാട്ടുകാർ. അങ്ങനെ നമ്മുടെ ഭൂമിജ നേരെ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇതിനെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഈ പായസവും ഈ ഉണ്ണിയപ്പവും ഒക്കെ എടുത്തുകൊണ്ട് നേരെ അമ്പലത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്ത് ഈ അമ്മയും മകളും അവിടെ നിൽക്കുന്നുണ്ട്, അതായത് നമ്മുടെ സൗഭാഗ്യദാസ് അമ്മയും അതുപോലെ സംഗീത അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ കയ്യിൽ ഈ പായസമൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് അമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. ഈ സൗഭാഗ്യദാസ് അമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പം ഈ അമ്മയ്ക്ക് ഈ മോളെ ഒരുപാട് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ നായികനും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ട്. നമ്മുടെ ഭൂമിജയ്ക്ക് തിരിച്ച് ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്താൻ വണ്ടിയില്ല. അങ്ങനെ നമ്മുടെ അജയ് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ ഭൂമിജ ഒരു നമ്പറൊക്കെ ഇട്ട് വണ്ടി കയറി അവിടെ ഇറങ്ങുകയാണ്. പക്ഷേ അത് അജയ്ക്ക് ലാസ്റ്റാണ് മനസ്സിലാകുന്നത്, ഇവള് കള്ളത്തരം കാണിച്ച് ലിഫ്റ്റിന് വേണ്ടിയിട്ട് വന്നതാണ് എന്നുള്ളതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഒരു ശത്രുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പിരിയണത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവർ ഈ അമ്പലത്തിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട്. കാരണം അജയുടെ വീട്ടിൽ അവരുടെ അമ്പലത്തിലെ തിരുവാഭരണ ഘോഷയാത്രയാണല്ലോ. അപ്പോൾ അജയ് അവിടെ തേങ്ങ എറിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അതിൽ നിന്നൊരു കഷ്ണം നമ്മുടെ അതുവഴി നടന്നു പോകണം ഭൂമിജയുടെ തോളത്ത് കൊള്ളുകയാണ്. ആ ഒരു സീനിൽ യവനാണോ എന്നുള്ളത് ഇങ്ങനെ നോക്കുന്നുണ്ട്. തിരിച്ച് അജയും യവളാണോ എന്നുള്ള രീതിയിൽ, കാരണം അജയനെ ഒന്ന് വലിപ്പിച്ചതാണല്ലോ, ആ ഒരു ദേഷ്യവും ഒരു ഇതൊക്കെ അജയ്ക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച രണ്ടാമതും വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇവർ വിവാഹിതരായാൽ. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനിങ്ങനെ ക്യാരക്ടറൊക്കെ എടുത്ത് പറയുമ്പോൾ നമുക്ക് ആ കഥയുടെ ഒരു വൈബ് കിട്ടത്തില്ല. നമുക്ക് ഇനി ഇതൊന്ന് എപ്പിസോഡുകൾ ഇങ്ങനെ ഒരു 1-2 ആഴ്ച വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ആ സീരിയലിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു കേൾക്കുമ്പോൾ ഉള്ളൊരു ഇമ്പം വരത്തുള്ളൂ. വൈബ് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ പറയണം. അപ്പോൾ എനിക്കും പറയുന്നതിൽ പെട്ടെന്ന് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഓരോ ക്യാരക്ടറും എടുത്ത് ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സാരമില്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ ഞാൻ ഇടുന്നതാണ്. നാളെ നേരത്തെ കിട്ടുകയാണെങ്കിൽ നേരത്തെ ഇടുക, ഇല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇവർ വിവാഹിതരായാൽ എന്ന ഈ ഒരു സീരിയൽ എല്ലാവരും കേൾക്കുക. നിങ്ങളുടെ നല്ല രീതിക്കുള്ളൊരു സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നല്ലൊരു ശുഭദിനം പറയുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.